ഈ കഴിഞ്ഞ ദിവസം ചോദ്യോത്തര വേളയിൽ ദയവ് ചെയ്ത് അത് പുനരാരംഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ അതിന്റെ നടപടികളിലേക്ക് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഈ പദ്ധതി എന്ന് റീഹാബിലിറ്റേഷൻ തുടങ്ങും എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം ഈ സമയം വരെയും എത്തിയിട്ടില്ല. അടിയന്തരമായി എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഗുണവും ഇതിന്റെ ദോഷവും സർക്കാരിനല്ല, അതിന്റെ ഗുണവും ദോഷവും ഈ സമൂഹത്തിനാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാനതിൽ 50 കൊല്ലത്തെ വായ്പ അനുവദിക്കുന്നതായ കേന്ദ്ര സർക്കാർ ഒരു ദുരന്ത സ്ഥലത്ത് വായ്പയല്ലല്ലോ വേണ്ടത്, പദ്ധതിയാണ് വേണ്ടത്, പ്രോജക്റ്റാണ് വേണ്ടത്. അവിടെയും പ്രത്യേകമായ സമീപനം സ്വീകരിക്കപ്പെട്ടു. അതും പറയാതിരിക്കാൻ വയ്യ. ഇതിൽ ഏതൊക്കെ തലത്തിൽ എത്രയൊക്കെ ഏതൊക്കെ തലത്തിൽ എങ്ങനെ ഏതൊക്കെ സമ്മർദ്ദം ഉണ്ടാക്കണോ ആ സമ്മർദ്ദങ്ങളൊക്കെ എല്ലാ തലത്തിലും നടത്തിയിട്ടുണ്ട്. ആ സമ്മർദ്ദങ്ങളിൽ മുജീബ് സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാവരും അവരുടേതായിരിക്കുന്ന പങ്കാളിത്തവും വഹിച്ചിട്ടുണ്ട്. റഷീദ് സാഹിബ് ഇവിടെയുണ്ട്, OB അപ്പച്ചേട്ടനുണ്ട്, ജുനൈദ് കൈപ്പാണിയുണ്ട്, CPM-ന്റെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും ആ എല്ലാ തലത്തിലുള്ളതായിരിക്കുന്ന സമ്മർദ്ദവും എല്ലാ തലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദമൊക്കെ നടക്കുമ്പോഴും അതിന്റെ പൂർത്തീകരണത്തിലേക്ക്, അതിന്റെ നടപടികളിലേക്ക് വേണ്ട രീതിയിൽ ഇത് വരുന്നില്ല എന്നുള്ളതിന്റെ ഒരാശങ്കയും പ്രയാസവും ഈ സന്ദർഭത്തിൽ പരസ്പരം പങ്കുവെക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നത്. ഞാൻ പീപ്പിൾസ് ഫൗണ്ടേഷനെ പ്രത്യേകം ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുക. അതിന്റെ കാരണം നിരവധിയായ കാരണങ്ങളുണ്ട്. ഈ ദുരന്തം നടന്നപ്പോ ആദ്യം എത്രയൊക്കെ വീടുകൾ പോയി, എന്തൊക്കെ നാശനഷ്ടങ്ങൾ വന്നു എന്ന് സയന്റിഫിക്കായി അതിന്റെ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്ത് അതിന്റെ ജിയോ മാർക്കിംഗ് നടത്തിയ ആദ്യത്തെ സംഘടന പീപ്പിൾസ് ഫൗണ്ടേഷനാണ്. ഒരു ദിവസം കലക്ടറേറ്റിലെ യോഗത്തിൽ ഞങ്ങൾ ചോദിച്ചു, ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് പൂർണ്ണ റിപ്പോർട്ടില്ലായിരുന്നു. ഇപ്പൊ ആ റിപ്പോർട്ടുകളൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു, അത് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ കയ്യിലുണ്ട്, അതൊന്ന് വാങ്ങിയാൽ ഇതൊക്കെ ഒന്ന് പരിശോധിക്കാൻ പറ്റും. ഞാൻ സാന്ദർഭികമായി പറയുന്നു, അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വേണു പീപ്പിൾസ് ഫൗണ്ടേഷന്റെ റിപ്പോർട്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ കലക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ അത് സംബന്ധിച്ച് വിമർശിച്ചതും എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബൃഹത്തായ പദ്ധതിക്ക് പീപ്പിൾസ് ഫൗണ്ടേഷൻ നേതൃത്വം കൊടുക്കുക. അതിൽ ജീവനോപാധി തിരിച്ചു കൊടുക്കൽ, അതിൽ ചികിത്സാ സഹായമുണ്ട്, അതിൽ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്ന പദ്ധതിയുണ്ട്, അതിൽ ലൈവ്ലിഹുഡ് തിരിച്ചു പിടിക്കാനുള്ള സംവിധാനമുണ്ട്, വിദേശത്തേക്ക് ആളുകൾ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന സംവിധാനമുണ്ട്, സ്ത്രീകൾക്ക് പറ്റുന്നതായിരിക്കുന്ന യൂണിറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങി ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള അതിബൃഹത്തായ കർമ്മ പദ്ധതിക്കാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ നേതൃത്വം കൊടുത്തത്. ഞാനൊരു ദിവസം ഈ സന്നദ്ധ സംഘടനകളെയൊക്കെ ഒന്ന് വിളിച്ചു ചേർക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒന്ന് നോട്ടീസ് അയച്ചു. അത് കഴിഞ്ഞ് ചില മേഖലകളിൽ നിന്ന് അതല്പം കഴിഞ്ഞ് മതി, ഇപ്പോൾ അത് മറ്റു ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം അത് ഒന്ന് വെയിറ്റ് ചെയ്തു. പീപ്പിൾസ് ഫൗണ്ടേഷൻ, ഞാൻ തുറന്നു പറയുന്നു, സന്നദ്ധ സംഘടനകളെ മുഴുവൻ വിളിച്ച് അവർ നടത്തിയ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും റിപ്പോർട്ട് എടുത്ത് അതിൽ ഉപകാരം കിട്ടിയതായ ആളുകളുടെ മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ കിട്ടാത്തതായ ആളുകളുടെ ഗ്യാപ്പ് നികത്താൻ ആവശ്യമായ നടപടിയും അതിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി
ഇടപെട്ട് അതിൻ്റെ സമീപനം സ്വീകരിച്ച സംഘടനയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ. അത് മറ്റുള്ള ആളുകൾക്ക് മുഴുവൻ അത് മാതൃകയായിരുന്നു, ആശ്വാസകരമായിരുന്നു. ദൈനംദിനം എന്നോളം യൂനുസ് സാഹിബും ഇവിടെയുള്ള സഹപ്രവർത്തകന്മാരെല്ലാവരുമായി ദൈനംദിനം എന്നോണം എല്ലാ സന്ദർഭങ്ങളിലും ബന്ധപ്പെടുന്ന ഒരാളാണ് ഞാൻ. ആശങ്കയുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും. ആ പങ്കുവെക്കൽ ഇപ്പോഴും നല്ലപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ദുരന്ത സ്ഥലത്ത് ജാതിയും മതവും നോക്കാതെ ദുരന്തബാധിതർ എന്നുള്ള ഒറ്റ പ്ലാറ്റ്ഫോമിൽ മനുഷ്യരെ മുഴുവൻ കണ്ട് അവരെ ചേർത്ത് നിർത്തി അവർക്ക് ആത്മവിശ്വാസം പകർന്ന് ജീവിതത്തിൽ എല്ലാം തകർന്നതായ മനുഷ്യരെ ചേർത്ത് നിർത്താൻ പീപ്പിൾസ് ഫൗണ്ടേഷൻ നടത്തിയ വലിയ ഇടപെടലിനെ മനസ്സ് നിറഞ്ഞ് ഹൃദയത്തിൽ ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിരവധി സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോയിട്ടുണ്ട്. മുസ്ലിം ലീഗുണ്ട്,